എന്റെ പേര് ഗീതാ സുരേഷ്. ഞാൻ എടത്തല പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എന്നെ എല്ലാവർക്കും അറിയായിരിക്കാം. പ്രത്യേകിച്ച് ഇതിൽ എപ്പോഴും കാണാനിരിക്കുക. അതുപോലെ സലീമിക്ക. എനിക്ക് ഇപ്പൊ ഡോക്ടറും ആ മേഡമൊക്കെ പറഞ്ഞ പോലെ രാവിലെ അടുക്കളയിൽ കയറി നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് കളമശ്ശേരി യൂനിസ് എന്ന് പറയും. യൂനിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ, എന്താ പറയാ, ഒരു ചിരിയുടെ രാജകുമാരൻ. എത്ര ഇതായാലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ലീഡറിന്റെ ഒരു മിടുക്കാണ്. ഞാൻ എന്നെ പോലെ ഒരു വീട്ടമ്മ ഇന്നിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ഈ പ്രായത്തില് നമുക്ക് ഇത്രയും ഒരു ഈ നിങ്ങളെ പോലുള്ളവരൊക്കെ മുമ്പിൽ സംസാരിക്കാൻ ഒരു എനർജി കിട്ടിയത്. ഒരു നല്ലൊരു പേഷ്യന്റ് ആയിരുന്നു ഞാൻ. ഞാൻ ഇന്ന് ഇത്ര എനർജറ്റിക് ആയതും എത്ര രാത്രിയിലും പകലും ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയുന്നതും നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പ് മാത്രം പതിഞ്ഞ ഈ ബയോട്ടോറിയം എന്ന ഈ പ്രൊഡക്റ്റ് ആരുപയോഗിക്കുന്നോ അവർക്കൊന്നും റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഞാനും കുറെ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എനിക്ക് ഓടി എത്താൻ പറ്റുന്നില്ല എങ്കിൽ കൂടി, അതായത് ജോലിക്ക് പോകുന്നത് കൊണ്ടാണ്. 4 മണിക്ക് ശേഷമാണല്ലോ ഫീൽഡിൽ ഇറങ്ങാൻ പറ്റുന്നത്. ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഫീൽഡിൽ പോകാൻ പറ്റില്ല. അന്ന് നമുക്ക് ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും മനോജ് സാറൊക്കെ പറയുന്ന പോലെ നമുക്കൊക്കെ എല്ലാം ബൈ ഹാർട്ടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളാണ് ഈ സാധാരണക്കാരെ എന്നെ പോലുള്ളവരെ ഇത്ര സംസാരിക്കാനായിട്ട് ഈ സൂമിലൂടെ കിട്ടുന്ന ഒരു അറിവാണ്. ഒരിക്കലും ഞാൻ ഇത് ഓണാക്കാതെ ഇത് കേൾക്കാതെ ഇരുന്ന എനിക്ക് സങ്കടമാണ്. ഇത്തിരി ഒന്ന് വൈകിപ്പോയി കഴിഞ്ഞാൽ അലിക്കയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ എനിക്ക് സങ്കടമാണ്. പലപ്പോഴും അലിക്ക് എന്നെ വഴക്കുറട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിന് മുമ്പ് ഗുഡ് മോർണിംഗ് പറയണു. പക്ഷെ അലിക്കായി കാണുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗുഡ് മോർണിംഗ്. സലീമിക്ക ആണെങ്കിലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അയക്കേനെ. പക്ഷെ അയക്കൊക്കെ ഈ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു നമ്മുടെ ഒരു സന്തോഷം അതെങ്ങനെ പറഞ്ഞറിയിക്കണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ 7 മണിയൊക്കെ ആകുമ്പം അടുക്കള പണി കഴിഞ്ഞ് തോട്ടത്തിലോട്ട് ഇറങ്ങും. ചെറിയൊരു ചെടിയുടെ ഒരു ഇത്. അപ്പൊ അവിടെയാണ് എനിക്ക് മനോജ് സാർ, ഞാൻ വെള്ളം ഒഴിച്ചോണ്ട് നിന്നാണ് മനോജ് സാറിനെ കേൾക്കണത്. അവസാനം വരെ കേട്ടിട്ടേ ഞാൻ 7:30 ആകുമ്പോഴാണ് വേഗം പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ബാക്കിയൊക്കെ ഇങ്ങനെ ഇത് ഓണാക്കൂല. അല്ലാതെ ഒരു വാക്ക് പോലും, അറ്റ്ലീസ്റ്റ് കുക്കർ സ്വീകരിക്കണത് എനിക്ക് ഇഷ്ടമല്ല, പൈപ്പ് തുറക്കണത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളുടെ ഓരോ വാക്കുകൾ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത്ര എനർജിയാണ്. അതായത് ഈ ബയോട്ടറിയും പോലെയാണ് നമുക്ക് ഈ ബാറ്ററി എനിക്ക് തന്നിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞു. പിന്നെ പണ്ടൊക്കെ ഞാൻ എല്ലാരും എന്നോട് പറയുമായിരുന്നു കറുത്താണേലും കുഴപ്പമില്ല സുന്ദരിയെന്ന്. പിന്നെ അതങ്ങോട്ട് മാറി കവളൊക്കെ അങ്ങോട്ട് ഒട്ടി ഷുഗർ പേഷ്യന്റ് ആയിട്ട് എനിക്ക് ഒട്ടും പാടില്ലാണ്ടായി. ഞാനങ്ങ് തളർന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു 60-65 വയസ്സ് എന്ന് പറഞ്ഞ് എന്നെ കണ്ടാല് എനിക്ക് ഇന്ന് ഇത്ര എനർജിയോടെ ഈ ഇത് ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ എന്നെ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന യൂനിസ് ബായി, അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയണില്ല, കാരണം ടൈം കുറവാ. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ആരും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. കുറെ ആളുകളിലേക്ക് മനോജ് സാർ പറഞ്ഞ പോലെ എന്നും ഒരു 5 പേരിലേക്കെങ്കിലും നമുക്കിത് പറയാൻ കഴിയണം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്റെ ബന്ധങ്ങളൊക്കെ തീർന്നു പോയി, ഇനി എനിക്ക് ബന്ധങ്ങളില്ല, അറിയുന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും എങ്ങനെയെങ്കിലും നമ്മൾ പരിചയപ്പെടുന്നവരോട് നമ്മൾ അറിയാണ്ട് ചിരിച്ച് അവരോട് സംസാരിച്ച് വരുമ്പോൾ നമ്മുടെ ഈ ബയോട്ടോറിയം, നമ്മുടെ ഈ കൈ നമ്മളെ ഒത്തിരി സഹായിക്കും. അതുപോലെ ഈ കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ പലരെയും ഇതിലേക്ക് എനിക്ക് ഇപ്പൊ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇതില് നല്ലൊരു കുറേ ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനൊപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവര് എന്നെ സഹായിക്കുന്നുണ്ട്. അതായത് അഭിലാഷ് സാറ്, സരിത മാം, ഫസില മാം, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരുടെയും പേര് എന്നെ എടുത്തു പറയണില്ല. അവിടെ വന്ന് സൂമില് അവധി എടുത്ത് വന്നാണെങ്കിലും കൂടി ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി
എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഇന്നിപ്പോ നമുക്ക് സമയം കുറവാണ്. അതുപോലെ അലീക്ക എപ്പോഴും പറയും പുതിയ പുതിയ ആളുകൾ ആദ്യം വരട്ടെ എന്ന്. അതുകൊണ്ട് രാവിലെ ഫസ്റ്റിലെ കയറി ഇരുന്നാലും ഞാൻ കുറച്ച് വൈകി വന്ന് സംസാരിക്കുന്നത് പുതിയ പുതിയ ആളുകൾ വരട്ടെ, സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ആദ്യം തന്നെ കയറി സംസാരിക്കണമെന്നാണ് എന്റെ മനസ്സില്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ അലീക്ക. ഓക്കെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്.